അങ്ങനെ നമ്മുടെ കുരിശുമല യാത്ര പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ കുടുംബമായിട്ട് ഇതേപോലെ കുരിശുമല കയറാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതേപോലെ ആദ്യം തുടങ്ങുന്ന ദിവസങ്ങളിൽ 1, 2, 3 ദിവസങ്ങളിനകത്ത് വെച്ച് ഇതേപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് തിരക്ക് കുറഞ്ഞ് പോകാം. അപ്പോഴത്തേക്കും ഞങ്ങളങ്ങനെ റെസ്റ്റൊക്കെ എടുത്ത് ഓരോ ചോക്കോബാറൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴാകുമ്പം തിരക്ക് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് വഴിയെ നടന്നു പോകാം. അതേസമയം ഇനി അങ്ങോട്ട് ദിവസങ്ങളടുത്ത് വരുന്തോറും അതുപോലെ പിന്നെ ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആവുന്ന സമയങ്ങളിലൊക്കെ നമുക്ക് നടക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാര്യം ഈ റോഡൊക്കെ ഫുള്ളായിട്ട് ഇങ്ങനെ വഴി നിറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് നമ്മൾ ആ ബാക്കിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ കൈയുടെ ഒരു ചെറിയൊരു സിമ്പൽ കാണിക്കും. അതാണ് നമ്മളെ കുരിശുമല. അതായത് നമുക്ക് അത്രയും ഉയരത്തിൽ പോകണം. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന ഈ ഭാഗങ്ങളെല്ലാം തറയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വീതിയുണ്ട്. അതുപോലെ തന്നെ കോൺക്രീറ്റൊക്കെയാണ്. അപ്പോൾ ഇവിടെ കോൺക്രീറ്റും പിന്നെ കുറച്ച് ഭാഗം കരിങ്കല്ലൊക്കെ തറ പാകിയിട്ടുണ്ട്. പിന്നെ അതുപോലെ അതിൻ്റെ ഗ്യാപ്പുകളൊക്കെ എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റ് കൊണ്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. അതെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലും ഒരു ചെറിയൊരു ചർച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുവരെ വാഹനം പോവും. അതായത് വാഹനം എന്ന് പറഞ്ഞാൽ നമ്മളെ പ്രൈവറ്റ് വാഹനങ്ങളല്ല. അതവിടെ ഈ കമ്മിറ്റി അംഗങ്ങളും ബാക്കിയുള്ളവരും പിന്നെ അത് മാത്രമല്ല നമ്മളിങ്ങനെ യാത്ര പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ മല കയറുന്ന സമയത്ത് നമുക്ക് എന്തെങ്കിലും ഒരു വയ്യായ്ക വന്നാൽ ഇപ്പോൾ കാണുന്ന ഞാൻ കാണിക്കുന്ന സ്ഥലം കണ്ടോ. അപ്പോൾ ആ കാണിക്കുന്ന സ്ഥലമാണ്. ഇത്രയും ദൂരം ഇതേപോലെ വാഹനം അവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വയ്യായ്ക ആയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് എമർജൻസി ആയിട്ട് അവർ നമ്മൾ താഴെ എത്തിക്കും. താഴെ നിന്ന് ആംബുലൻസ് വഴി നമുക്ക് ഹോസ്പിറ്റലിലും അങ്ങനെ എത്താം. അപ്പോൾ ഇനി ഇവിടെ തൊട്ടാണ് നമ്മൾ ശരിക്കും മല കയറി തുടങ്ങുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് മണ്ണും കല്ലും നിറഞ്ഞതാണ്. അപ്പോൾ നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മൾ നടന്നു പോകുന്ന രീതികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളെ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിലൂടെ പോയിക്കൊണ്ടിരുന്ന കിങ്ങിണി കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അവരിപ്പോൾ ഇവിടെയെല്ലാം വെച്ച് നല്ല ഓടി സ്പീഡിലൊക്കെ നടന്നു പോകുന്നുണ്ട്. പക്ഷേ കുറച്ചുകൂടെ മുകളിലോട്ട് പോകുമ്പോഴേ നമ്മൾ സ്റ്റെപ്പിൻ്റെയൊക്കെ ഒരു ഹൈറ്റൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല വലുതാണ്. അത് ഏകദേശം 1.5-2 അടിയൊക്കെ ഹൈറ്റ് വരുന്ന സ്റ്റെപ്പുകൾ ധാരാളമുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പം ഞാനും ഒന്ന് റെസ്റ്റൊക്കെ എടുത്തു. ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മളെ കല്ലൊക്കെ നിറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ് കല്ലും ഇതേപോലെയൊക്കെയുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നിങ്ങൾ കുഞ്ഞു മക്കളൊക്കെ ആയിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും അവരെ വളരെ സൂക്ഷിച്ച് തന്നെ കൊണ്ടുവരിക. അവരെ കയ്യിലൊക്കെ പിടിച്ച് മല കയറുമ്പോഴും അതുപോലെ തന്നെ തിരിച്ചിറങ്ങുമ്പോഴും അവരെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ അവരെ കയ്യിലൊക്കെ പിടിച്ച് സുരക്ഷിതരായിട്ട് താഴെ എത്തിക്കുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഏകദേശം നമുക്കിപ്പോൾ ഒരു 7 മണി സമയം അടുപ്പിച്ചായിട്ടുണ്ട്. ആ ഒരു സമയം ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇത്രയും ആ ഒരു വിഷ്വലൊക്കെ നിങ്ങൾ കാണുന്നത് ഒരു ക്ലിയർ ഇല്ലായ്മയായിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നത്. പക്ഷേ അതേസമയം നമ്മൾ പകലൊക്കെ പോവുകയാണെങ്കിൽ നമുക്ക് ആ ചുറ്റുപാടുള്ള കാഴ്ചകളും അതായത് 2 സൈഡും നമ്മളിപ്പോൾ കയറി പോയിക്കൊണ്ടിരുന്ന ഇട സൈഡൊക്കെ നല്ല താഴ്ചയുള്ള കുഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം ഞങ്ങൾ ഈ കാണുന്ന ഈ ഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ട് മുകളിലായിട്ടുള്ളത് അതുവഴി ഇറങ്ങാനായിട്ടാണ്. അപ്പോൾ നമ്മൾ താഴെ കൂടെ നമ്മൾ പോകാനായിട്ടുള്ള വഴിയാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ട ആ പാറയിലൊരു ചിത്രം കൊടുത്തിരിക്കുന്നത് അത് ഒരു അത്താഴം കഴിക്കാൻ യേശുക്രിസ്തുവിൻ്റെ അവർ അത്താഴം കഴിച്ച ആ ഒരു ഫോട്ടോയാണ് ആ പാറയിൽ അവർ വരച്ച് വെച്ചിരുന്നത്. പക്ഷേ അത് ഒരു 4-5 കൊല്ലത്തിന് മുമ്പൊക്കെ നോക്കി കഴിഞ്ഞാൽ നല്ല ക്ലിയർ ആയിരുന്നു. ഇപ്പോൾ അതിങ്ങനെ അതിൻ്റെ മെയിൻറ്റെയിൻ പണി ചെയ്യാതെ അതിങ്ങനെ അങ്ങ് പെയിൻ്റൊക്കെ പോയി അങ്ങനെയായി. അപ്പോൾ ഞങ്ങൾ താഴോട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും സംഗമവേദിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെറുതായിട്ട് കാണാൻ പറ്റും. അതായത് നമ്മളിപ്പോൾ അത്രയും മുകളിലെത്തിയിട്ടുണ്ട്. നമ്മളിങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരുന്ന് ഏകദേശം നമ്മളിപ്പോൾ ഒരു പകുതി അടുപ്പിച്ചോളം എത്തിയിട്ടുണ്ട്. ഈ കാണുന്ന വലത് സൈഡിലായിട്ട് തന്നെ ആ ഒരു രൂപത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ടാണ് ഇവിടെ ഒരു മണിയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനത് ആ വീഡിയോ ഒന്നും ഞാൻ പിടിക്കുന്നില്ല. കാര്യം നമുക്ക് എത്രയും പെട്ടെന്ന് മുകളിലോട്ട് പോകണം. അപ്പോൾ നിങ്ങൾ ഇതേപോലെയൊക്കെ ഇങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും വന്ന് അവിടെ എല്ലാം പോയി കാണുക. അതുപോലെ തന്നെ നമ്മൾ വീണ്ടും നിങ്ങളിപ്പോൾ കാണുന്ന ആ താഴെ ഭാഗത്തായിട്ട് ആ ഒരു സീരിയൽ ബൾബെല്ലാം നിൽക്കുന്ന ഈ ഭാഗമാണ് നമ്മൾ താഴെ നിന്ന് കണ്ട ഫസ്റ്റിൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സംഗമവേദി. അപ്പോൾ നമ്മളിത്രയും ഒരുപാട് ഏകദേശം നമ്മളിപ്പോൾ പകുതിയോളം എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിപ്പോൾ തിരക്ക് കുറവാണ്. ഇപ്പോഴേ ഏകദേശം നമ്മൾ ഈ പാർട്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയം മുതൽ ഏകദേശം അവിടെ നല്ല തിരക്കായിരിക്കും. ഞാൻ പറഞ്ഞ ആ സ്റ്റെപ്പിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ ഇനി അങ്ങോട്ട് തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് മുൻപായിട്ട് പോയ ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ നിന്ന് റെസ്റ്റ് എടുത്ത് മല കയറുകയാണ്.
അപ്പോൾ ഇതേ നമ്മളെ പാറക്കെട്ടുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു കല്ലുകളും അതുപോലെ നമ്മളിപ്പോൾ ഈ കാണുന്ന ഭാഗം അത്രയും നല്ല ഇതാണ് കേട്ടോ. കയറി വരാനൊക്കെ വേറെ തടസ്സങ്ങളൊന്നുമില്ല. പക്ഷേ ഇത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വലിയ വലിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. ദേ ഞാൻ പറഞ്ഞ സ്റ്റെപ്പൊക്കെ അത്രയും നല്ല ഹൈറ്റ്, ഇനി ഇതിൽ ഹൈറ്റ് കൂടിയ സ്റ്റെപ്പൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കയറി പോകുമ്പം ഇടത് സൈഡിലായിട്ട്, അതായത് നമ്മളിതിപ്പോൾ കയറി വരുന്ന ആ ഒരു വഴിയാണ്. അപ്പോൾ നമ്മൾ ആ ഒരു വലം സൈഡിലായിട്ട് ഒരു മാതാവിൻ്റെ രൂപമൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ല തിരക്കുള്ള സമയത്ത് അവിടെ ധാരാളം പേരാണ് ഇരുന്ന് പ്രാർത്ഥിക്കുകയും മെഴുകുതിരി കത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നമ്മളെ പറഞ്ഞതുപോലെ നമുക്ക് വീഡിയോ പിടിക്കാൻ എല്ലാത്തിനും നല്ല സൗകര്യത്തിനാണ് നമ്മൾ നേരത്തെ തന്നെ പോയത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് താഴോട്ട് നോക്കുമ്പോൾ വീണ്ടും നമുക്ക് നമ്മുടെ സംഗമവേദി കാണാം. ഇത് പകലൊക്കെ ആണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ മച്ചാൻ വരെ ഇതിൻ്റെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് പാർട്ട് 3 കാണാം. ഓക്കെ, ബൈ.